വാഗ്ദാനങ്ങൾ ഏറ്റെടുത്ത് വിജയിച്ചാൽ നടപ്പിലാക്കാം എന്നുള്ള സ്ഥാനാർത്ഥികളുടെ ഉറപ്പ് തീർത്തും വിഡ്ഢിത്തരമാണ്, അല്ലെങ്കിൽ മണ്ടത്തരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതാണ്: ഒരു പാർട്ടി, ആ പാർട്ടി ഏതായിക്കൊള്ളട്ടെ, ഒരു നാട്ടിൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് നാടിനെ നയിക്കുവാനും വികസനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കുവാനും നിലപാടിലുറച്ച് ഇടപെടാനുള്ള പക്വതയും തൻ്റെടവും ഉള്ള വ്യക്തിയെ ആയിരിക്കും. പൊതുവെ സ്ഥാനാർത്ഥികൾ 4 വിധമായിട്ടാണ് കാണാറുള്ളത്. 1. മത്സരത്തിൽ വിജയിക്കുകയും പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നവർ. 2. മത്സരത്തിൽ വിജയിക്കുകയും പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റാത്തവർ. 3. മത്സരത്തിൽ തോൽക്കുകയും പക്ഷേ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നവർ. 4. മത്സരത്തിൽ തോൽക്കുകയും പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കാത്തവരുമാണ്. നാടിനെ അറിയുന്ന ജനപ്രതിനിധിയാണെങ്കിൽ 1-ാം വിഭാഗവും 3-ാം വിഭാഗവുമാണ് തിരഞ്ഞെടുക്കുക. വിജയിച്ചാൽ വളരെ വേഗത്തിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റി കൊടുക്കുക. പരാജയപ്പെട്ടാൽ വൈകിയാണെങ്കിലും വാക്കുകൊടുത്ത വാഗ്ദാനങ്ങൾ മറ്റുള്ളവരിലൂടെ നിറവേറ്റാൻ ശ്രമിക്കുക. ഓർക്കുക, മത്സരങ്ങൾ ആശയങ്ങൾ തമ്മിലാണ്, വ്യക്തികൾ തമ്മിലല്ല. സൗഹൃദങ്ങൾ വസന്തമായി എന്നും നിലനിൽക്കട്ടെ. ഈ കൊടുപാതക കാട്ടിൽ നിറയെ തനിയെ നിൻ ശരിയേ.